ഹലോ ഗൈസ്, ഞാൻ ഈ വീഡിയോക്ക് ഇൻട്രോ കൊടുക്കാൻ വിചാരിച്ചില്ല. പക്ഷേ ഇൻട്രോ കൊടുക്കേണ്ടി വന്നു. അത്ര കട്ടിപ്പൊളി ഒരു മട്ടൻ കറി ആയിരുന്നത്. അത് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ മട്ടൻ കറി വെച്ച് നോക്കിയാൽ ഇതിന്റെ എല്ല് പോലും ചവച്ചരിച്ച് കഴിഞ്ഞിപ്പോൾ അതുപോലത്തെ ടേസ്റ്റാണ് ഈ മട്ടൻ കറിക്ക്. ഞാൻ ഇൻട്രോ കൊടുക്കണ്ടെന്ന് വിചാരിച്ച വീഡിയോക്ക് ഇൻട്രോ കൊടുക്കേണ്ടി വെച്ച ഒരു മട്ടൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ പറയുമ്പോൾ തന്നെ വായിക്കാത്തുള്ള വരും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുൾ കണ്ടു നോക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ലാസ്റ്റിൽ മട്ടന് കുറച്ച് ചാറ് കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഒരു 2 കപ്പ് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അത് മട്ടൻ്റെ ചാറ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 കപ്പ് വെള്ളം തിളപ്പിച്ച് ഒഴിക്കാവുന്നതാണ്. അത് വെച്ച് ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. ഓക്കെ, ആക്ച്വലി നമ്മുടെ വീട്ടിലെ മമ്മിയാണ്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മദറാണ് മട്ടൻ വെക്കുന്നത്. എൻ്റെ ദൈവമേ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ അതുപോലെ ടേസ്റ്റ് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതുപോലെ അതിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വയ്യ. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. മട്ടൻ ഒരു 1.25 കിലോ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള പീസാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇടാൻ പോവുകയാണ്. ഓക്കെ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ. നെക്സ്റ്റ് നമ്മുടെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. നെക്സ്റ്റ് നമ്മുടെ ഗരം മസാല 1 ടീസ്പൂൺ. സോൾട്ട് 1 ടീസ്പൂൺ. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ഒരു 1/2 കപ്പ് വെള്ളം. ഈ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പ്രഷർ കുക്കർ അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഓക്കെ, അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. പിന്നെ ബാക്കി 3 വിസിൽസ് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഓക്കെ, അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഗ്രേവിക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വിസിൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി അടുത്ത 3 വിസിലുകൾ കൂടെ ലോ ഫ്ലെയിമിൽ വെക്കാം. അത് കഴിഞ്ഞ് ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നെക്സ്റ്റ് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ സവാള, പിന്നെ ഒരു 10-35 ചെറിയുള്ളി എത്ര എടുക്കാവോ അത്രയും ടേസ്റ്റ് ആണ്. പിന്നെ ഒരു തക്കാളി, പിന്നെ 2 പച്ചമുളക്, ഒരു 8 അല്ലി വെളുത്തുള്ളി. ഇത് വലിയ ക്ലോസ് ആണ്, എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെളുത്തുള്ളി എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1.5 ഇഞ്ച് ഇഞ്ചി. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടുക. സവാളയും ചെറിയുള്ളിയും സ്ലൈസ് ചെയ്ത് ചെറുതായിട്ട് തന്നെ സ്ലൈസ് ചെയ്തിടുക. തക്കാളിയും ചോപ്പ് ചെയ്തിടുക, പച്ചമുളകും ചോപ്പ് ചെയ്തിടുക. ഇതല്ലാതെ കൂടെ മല്ലിയില 1/2 കപ്പ് ചോപ്പ് ചെയ്തത്, പിന്നെ നമുക്ക് നമ്മുടെ കറി ലീവ്സും ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, മട്ടൻ തറക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്രഷർ പോകുന്ന സമയം കൊണ്ട് ഗ്രേവി തയ്യാറാക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതേ സമയം തന്നെ നമുക്ക് 1 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചേക്കാം. ഓക്കെ, എണ്ണ ചൂടായതിനു ശേഷം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമ്മുടെ കൊച്ചുള്ളി, സവാളയും ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഒരു 15 മിനിറ്റ് ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്, ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് വെക്കാം. അതേസമയം തന്നെ നമ്മുടെ മട്ടൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഒരു 30 സെക്കൻഡ് ഇത് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ മൂത്തമണം വരുന്നത് വരെ 30 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. ഈ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തതാണ്, മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 സ്പ്രിഗ് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പോളം കൊറിയാണ്ടർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടൻ വെന്തിട്ടുണ്ട്, ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് മട്ടൻ നല്ലതുപോലെ കറിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ അടിപൊളി സ്മെല്ലാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വേവിക്കാം. ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വേവിക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി.
ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് തുറന്ന് നോക്കാം. ഇനി നമുക്ക് എരിവ് നോക്കിയതിന് ശേഷം ഒരു 1/4 to 1/2 ടീസ്പൂൺ ഫ്രഷ് കുരുമുളക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മട്ടൻ കറി റെഡി ആയിരിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ടതിൽ സന്തോഷം. എല്ലാവരും ഒന്ന് ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും മട്ടൻ കറി ഉണ്ടാക്കി നോക്കുക. എൻജോയ്, ബൈ.